എടി ഒരു 5 മിനിറ്റ് താടി, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. അതൊന്നും പറഞ്ഞ പറ്റില്ല, വേഗം എണീക്കണം. അപ്പേട്ട എണീക്ക്, ഇനി ഉറങ്ങല്ലേ. എടി പെണ്ണെ, ഒരു 5 മിനിറ്റ് താടി, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഇങ്ങോട്ട് നോക്കി, ഇല്ലെങ്കിൽ ഞാനിപ്പം പോകൂട്ടോ. ശരി ശരി, ഞാൻ നോക്കാം. എവിടെയാ നീ? മുന്നിലേക്ക് വാ. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർന്നിട്ട് നീ എവിടെയാ പോയേ? മാളു, കഥ വരെ തുറന്നില്ലേ? സ്വപ്നമായിരുന്നു. ആ കാന്താരി കാണാനായിട്ട് ഇപ്പൊ എന്തോ ഒരു വഴി. ഡാൻസ്, അതെ, അവളിപ്പം കലാക്ഷേത്രയിൽ കാണുമായിരിക്കും. മോനെ കാശ്മീരെ, എവിടേക്കാടാ നീ ഇത്ര ധൃതി പോകുന്നേ? അത് അമ്മ, ഞാൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പുറത്തേക്കൊന്ന് പോവാം. ഏത് ഫ്രണ്ടിനെയാടാ? ആണോ അതോ പെണ്ണോ? എന്താണോ അമ്മ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണേ? ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോവെന്നല്ലേ പറഞ്ഞു. അതല്ലടാ, കാലത്ത് നീ മുറിയിലിരുന്ന് ഒരു ഫ്രണ്ടിന്റെ പേര് പറയുന്നത് ഞാൻ കേട്ടു. അതാണെങ്കിൽ ആ ഫ്രണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നീയുടെ ഡാൻസ് ക്ലാസ്സിൽ പോയി. നീ വീട്ടിൽ പോയാ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എന്താണ് എന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? എന്നാലും അമ്മ ഇതെങ്ങനെ മനസ്സിലാക്കി? എന്റെ അമ്മ കൂടുതൽ കിടന്ന് ചിന്തിച്ചു കൂട്ടാതെടാ. നീ ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറയുന്നത് ഞാൻ കേട്ടു. കൂടെ എന്റെ ആ ഫ്രണ്ടല്ലേ, ആ ഫ്രണ്ടിന്റെ പേരും പറയുന്നത് ചെറുതായിട്ട് ഞാനൊന്ന് കേട്ടായിരുന്നു. നീ അധികം കിടന്നല്ലാതെ വേഗം ചെല്ലാൻ നോക്ക്. ഇങ്ങനെ ഒരു ചെറുക്കൻ. അപ്പോ നീ ഇതോടെ വാ. കയറുക. അപ്പോ നീ ഇവിടെ ഇരി, ഞാൻ നിനക്ക് ചായ എടുക്കാം. പിന്നെ എന്നാണ്ട് വിശേഷം? സുമിത്രേച്ചിയും കൃഷ്ണേട്ടനൊക്കെ എല്ലാവരും എന്തേ? സുഖല്ലേടാ? അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. അവൻ്റെ എന്തേ? അവരുടെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? അവരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. വെക്കേഷൻ ആയതുകൊണ്ട് കട്ടിലിൽ നിന്ന് ഇതുവരെ എണീറ്റിട്ടില്ല. ഞാൻ ഇറങ്ങുന്നത് വരെ. ഈ വരുന്ന ആഴ്ചയല്ലേ കാവിലെ ഉത്സവം? പ്രാക്ടീസ് നടക്കട്ടെ. നല്ല മഴക്കാറുണ്ട്, ഞാൻ ഇറങ്ങുക. ഇതുവരെ പോയപ്പം ഞാനിവിടെ വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ശരിയാ, ഫ്രണ്ടിനെ കാണാൻ വന്നിട്ട് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ചമ്മണ്ട, എന്തൊക്കെ രാവിലെ വിളിച്ചിരുന്നു. കാലത്ത് തന്നെ ഒരു സാധനം കുറ്റം പൈസ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടേക്കല്ലാതെ വേറെ എങ്ങോട്ടും വരില്ലെന്ന് പറഞ്ഞു. നാണക്കേട് ഈ അമ്മയെ കൊണ്ട് ഇനി പഞ്ചായത്തിൽ അറിയാനായിട്ട്
ആരെങ്കിലും ബാക്കി ഉണ്ടാവോ? മോനെ നിൽക്കാടെ, കഴിച്ചിട്ട് പോവാടാ. വേനലേ അമ്മ, പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. എല്ലാവരും ഒന്ന് കേട്ടെ, ഇന്നത്തെ പ്രാക്ടീസ് ഇപ്പോൾ ഇത്രയും മതി. പഠിപ്പിച്ചെന്നൊന്നും ആരും ഒന്നും മറന്നിട്ട് ഇങ്ങോട്ടാണ് വന്നാലാ അപ്പം കാട്ടിത്തരാം. പുറത്ത് നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എല്ലാവരുടെയും കയ്യിൽ കൊടയൊക്കെ ഇല്ലേ? മഴ നനഞ്ഞാലും പനിയൊന്നും വരുത്തി വെച്ചേക്കരുത് കേട്ടോ, പ്രത്യേകിച്ച് മാളവിക. മഴയത്ത് കളിച്ച് നടന്ന് പനിയൊന്നും വരുത്തി വെക്കാതെ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് എന്നെ അറിയിക്കണം, കേട്ടല്ലോ? എന്ത് ഭംഗിയല്ലേ ഇവിടെ ഇപ്പം കാണാൻ. ഈ കാർമേഘം ഇരുണ്ട് കൂടുകയും അതിലൂടെ ഓടി അണയുന്ന ഈ തണുത്ത കാറ്റും മേലാകെ കുളിര് കോരിക്കൊള്ളുന്നു. അതെ മായജി, നമ്മളെപ്പോഴും പോകാറുള്ള ആ വഴിയില്ലേ, ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ, അവിടെയായിട്ട് ഒരു മൂവണ്ടമാവില്ലായിരുന്നോ? അതേലും അല്ല, നമുക്ക് അതുവരെ ഒന്ന് പോയാലോ? വല്ല മൂവണ്ടമാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേന്ന് പൊട്ടിച്ചെടുക്കാം. പോവാം. കൊള്ളാം, നല്ല ഐഡിയ. ഇങ്ങനെയൊക്കെയുള്ള നല്ല തീരുമാനങ്ങൾക്ക് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. നമുക്കെന്നാ പോയാലോ? എൻ്റെ അമ്മോ, എന്തൊരു മാങ്ങയാ നിൽക്കുന്നേ. ഒരു ചാക്കോ സഞ്ചി എടുത്തോണ്ട് വരേണ്ടതായിരുന്നു. എന്താ മൂന്നാളും കൂടെ ഒരു ചർച്ച? മഴക്കാലാണ്ടല്ലേ, മഴയ്ക്ക് മുന്നേ വീട്ടിൽ പൊക്കൂടേ? ഒന്നുമില്ലാട്ടോ, വായിച്ചിട്ടാണെങ്കിൽ മൂവാണ്ടമാങ്ങ കഴിക്കാനായിട്ട് ഒരു പൂതി, അതുകൊണ്ട് ഞങ്ങൾ ഇതുവഴി വന്നതാ. ശരിയാ ഏട്ടാ, പാവം എൻ്റെ മായേച്ചി. ഈ മാവാണെങ്കിൽ പോത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓ, ഈ കുരുപ്പുകളെ കൊണ്ട് ആർക്കാ ഇവിടെ മാങ്ങ വേണോന്ന് പറഞ്ഞേ? എന്നാ നിങ്ങൾ ഇന്ന് ഇവിടുന്ന് സൊള്ളിക്കോ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ പോവാം. ചേച്ചി, നീ വരുന്നുണ്ടോ? ഇല്ല മാളൂസേ, നീ പൊക്കോ. ഇതിനെ കൊണ്ടല്ലാതെ വീട്ടിൽ ചെന്ന് അച്ഛനെ അകത്ത് നിൽക്കുന്ന ഞാൻ ക്ലാസ്സിന് പോവാതെ കറങ്ങി നടക്കുവാനും ഈ ദുഷ്ട പോയി പറഞ്ഞു കൊടുക്കും. അച്ഛൻ്റെ സൽപുത്രി ഒരു വാക്ക് പറഞ്ഞ് അത് മുഴുവനായി വിഴുങ്ങിക്കളഞ്ഞു. എന്ന് തീരെ വിശ്വാസവുമില്ല. പ്ലീസ് ബി, എൻ്റെ മുത്തല്ലേ, ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. നീ എന്നെ ഒരുപാട് പഠിപ്പിക്കല്ലേ, ഞാനങ്ങ് പറഞ്ഞു പോകും. ആഹാ, എന്താ ഒരു സ്നേഹം. എന്നെ ചേച്ചി അനിയത്തി ഇവിടെ നിന്നു, ഞാൻ പോവാം. ആഹാ, ആരിത്? കുമാരമാമയോ? എന്തെന്റെ മാമയെ വിശേഷം? ഓ, എന്ത് പറയാനാ മോളെ, ഇങ്ങനെ പോകുന്നു. എല്ലാരും എന്ത് ചെയ്യും? അല്ല, ഓള് തനിച്ചാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അത് ഞാൻ തന്നെയാ വന്നെ. കുറേയൊക്കെ ആയില്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അല്ല, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്തേ, ഇവിടെ ഇല്ലയോ? ഇല്ല മോളെ, അവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കുറച്ച് വൈകുമെന്ന് പറഞ്ഞു. ആണോ?
അപ്പോട്ടൻ ഇങ്ങോട്ടങ്ങനെ വന്നായിരുന്നോ? ആ, വന്നിരുന്നു. കുഞ്ഞ് ആ കുളക്കടവിൽ കാണും. എന്നാ ജോലി നടക്കട്ടെ, ഞാനെന്നാ അങ്ങോട്ടേക്ക് നടക്കുക. ഹലോ, എന്തേ ഇങ്ങനെ നോക്കിയിരിക്കണേ? എന്നായിട്ടാണ് കാണുന്നത്? ഹലോ, ഇവിടെ ഉണ്ടോ അതോ വേറെ എവിടെയെങ്കിലും പോയോ? പതിവില്ലാതെ കലാശയത്തിൽ എന്തോ ഒരു കറക്കം. സത്യം പറയടാ, നിന്റെ കാമുകി എവിടെ ഇല്ലയോ? അതല്ല നീ അവിടെ കിടന്ന് കറങ്ങുന്നത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. എടാന്നോ? എടി നിന്നെ ഇന്ന് ആ എടാ കാലമാടാ, കയ്യിന്ന് വിടടാ. എടി കാന്താരി, ഞാൻ ആരാ? ഇതുവരെ ആയിട്ട് നിനക്ക് നീ ആരാന്ന് അറിയത്തില്ലേ? എടി പുല്ലേ, ഞാൻ നിനക്ക് ആരായിട്ട് വരുമെന്ന്? ആ, വേദനിക്കുന്നു, വിടടാ. നീ ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. എൻ്റെ അമ്മായിയുടെ മോൻ. കഴിഞ്ഞോ? ഇല്ല. പിന്നെ ബാക്കി പോരട്ടെ. എൻ്റെ ഏട്ടൻ. എന്തോ? എങ്ങനെ? കേട്ടില്ല. മുറ അനുസരിച്ച് എൻ്റെ മുറച്ചെറുക്കനാണ്. എന്നിട്ട് ഈ പറഞ്ഞ പരിഗണന എന്തെങ്കിലും നീ എനിക്ക് തരുന്നുണ്ടോ? അപ്പേട്ടാ, കൈ വേദനിക്കുന്നു, വിടന്നെ. ആ ദുഷ്ട, എന്ത് പിടിയെ പിടിച്ചേ? കൈയൊക്കെ തേണ്ട് ചുവന്നിരിക്കുന്നു. എന്തിനാടാ രാവിലെ എന്തിനാ അവിടോട്ട് വന്നേ? എന്തോ? എന്തിനാ മോള് ഇപ്പൊ ഇവിടെ കിടന്ന് മോങ്ങിയത്? അല്ല, അപ്പോഴേട്ടൻ എന്തിനാ കാലത്തെ ക്ലാസ് നടക്കുന്നിടത്ത് വന്നേ? അത് ശരി, എന്റെ ഇളച്ചന്റെ ഇളമയുടെ അടുത്ത് വരുന്നതിന് എനിക്ക് പ്രത്യേകിച്ച കാരണം വല്ലതും വേണം. ഓ അങ്ങനെ, ശരി എന്നാ. അല്ല, നീ ഇതെവിടെ പോവാ? മഴ പെയ്യുന്നത് കണ്ടില്ലേ? അത് തുടങ്ങിയപ്പോൾ പോലും എന്നെ വിട്ടില്ലല്ലോ. ഞാൻ പോയിട്ട് വരാം. ഇക്കിടിയോടെ കഴിഞ്ഞ ഞാനൊന്ന് പോയി നനഞ്ഞോട്ടെ. ഇനി എനിക്ക് വാ, നമുക്ക് ഒന്നിച്ച് പോയി നനയാം. കൊതുകെ വീട്ടടി എന്നെ, മഴ നനഞ്ഞു വല്ല പനിയും പിടിക്കും. ആരെയില്ല ചൊറിയുമ്പോഴോ, നീ ബാ ഇങ്ങോട്ട്. அன்பே உரகராதி நீ தூங்கும் நேரத்தில் தூங்காமல் பார்ப்பேன் தினம் உன் தலை கோதி காதோரத்தில் எப்போதுமே உன் மூச்சு காற்றின் வெப்பம் சுமப்பேன் கையோடுதான் கை கோர்த்துதான் உன் மார்பு சூட்டில் முகம் புதைப்பேன் வேறென்ன வேண்டும் உலகத்திலே இந்த இன்பம் போதும் நெஞ்சினிலே ஏழேழு ஜன்மம் வாழ்ந்து விட்டேன் அக்கம் பக்கம் யாருமெல்லாம் பூலோகமே
நாட்கள் உன் அருகே நான் வாழ வேண்டும். என் ஆசையெல்லாம் உன் இறுக்கத்திலே, என் ஆயுள் வரை உன் அணைப்பினிலே. வேறென்ன வேண்டும் உலகத்திலே, இந்த இன்பம் போதும் நெஞ்சினிலே. 7 ஜென்மம் வாழ்ந்து விட்டேன்.